ക്രിസ്തുമസ് ആഘോഷപൂർവ്വമായും ഭക്തിയാദരങ്ങളോടെയും ആചരിച്ച് വിവിധ രാജ്യങ്ങളിലെ ഓർത്തഡോക്സ് ക്രൈസ്തവർ ക്രിസ്തുമസ് പാതിര ശുശ്രൂഷകളിൽ പങ്കെടുത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. റഷ്യ, സെർബിയ ഉൾപ്പെടെയുള്ള 16 ഓർത്തഡോക്സ് ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങൾ ആവേശഭരിതമായ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് വേദിയായി. ജൂലിയൻ കലണ്ടർ പ്രകാരം ജനുവരി 7-ന് ക്രിസ്മസ് കൊണ്ടാടുന്ന വിവിധ രാജ്യങ്ങളിൽ ജനുവരി 6 രാത്രിയോടെ ക്രിസ്മസ് പാതിര ശുശ്രൂഷകൾ ആരംഭിച്ചു. നോവോ ഒഗറിയോവോയിലുള്ള പ്രസിഡൻഷ്യൽ വസതിയിലെ ചാപ്പലിലായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ക്രിസ്മസ് ശുശ്രൂഷകളിൽ പങ്കെടുത്തത്. പതിവായി ദേവാലയ പൊതു ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ജനപങ്കാളിത്തമില്ലാതെയായിരുന്നു പുടിൻ ഇക്കുറി ക്രിസ്മസ് രാത്രിയിലെ ശുശ്രൂഷകളിൽ പങ്കുചേർന്നത്. മോസ്കോയിലെ ക്രൈസ്റ്റ് ദ സേവിയർ കത്തീഡ്രലിൽ നടന്ന ക്രിസ്മസ് പാതിര കുർബാനയ്ക്കും ശുശ്രൂഷകൾക്കും റഷ്യൻ ഓർത്തഡോക്സ് തലവൻ പാത്രിയാർക്കീസ് കിറിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അതേസമയം പരമ്പരാഗതവും വ്യത്യസ്തവുമായ അനുഷ്ഠാനങ്ങളോടെയായിരുന്നു സെർബിയയിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ. ക്രിസ്തുവിൽ പുതിയ ജീവിതത്തിന്റെ പ്രതീകാത്മകമായ വൃക്ഷശിഖരങ്ങൾ കത്തിച്ചും ബോൺഫയറുകളും വിശേഷാൽ പ്രാർത്ഥനാ ശുശ്രൂഷകളും നടത്തിയും കരോൾ ഗാനങ്ങൾ ആലപിച്ചും ക്രിസ്മസിന് ആവേശഭരിതമായ തുടക്കം കുറിച്ച ശേഷമായിരുന്നു വിശ്വാസികൾ ദേവാലയത്തിൽ ക്രിസ്മസ് ദിവ്യബലിക്കായി സമ്മേളിച്ചത്. മഞ്ഞുമൂടിയ നിരത്തുകളിലൂടെ ക്രിസ്മസ് ശുശ്രൂഷകൾക്കായി സെയിന്റ് സാവ ദേവാലയത്തിൽ തടിച്ചുകൂടിയവരിൽ സെർബിയയിലെ സൈനികരും സന്നിഹിതരായിരുന്നു. ലോകവ്യാപകമായി 16 ഓർത്തഡോക്സ് ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങളിൽ വ്യത്യസ്ത ആചാരാനുഷ്ഠാനങ്ങളോടെ ക്രിസ്മസ് ആഘോഷങ്ങൾ കൊണ്ടാടി. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.